ഹലോ! ഇന്നൊരു ശനിയാഴ്ചയാണേ. നാലാളും കൂടിയിട്ട് മെല്ലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. എടെ പോണ്ടേന്നുള്ള ഒരു ഐഡിയ ഒന്നുമില്ല. എന്നാലും വെറുതെ വീട്ടിന്ന് ഇറങ്ങി. പുറത്തിറങ്ങിയാടുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിപ്പോ ഷാർജയിന്ന് ദുബായിലേക്ക് പോകുന്ന റോഡിന്റെ അവസ്ഥയാണേ. വീട്ടിന്ന് ഏടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മ ഇത് പ്രതീക്ഷിച്ചോണ്ട് തന്നെയാണ് ഇറങ്ങല്. ഓഫ് ഡേയ്സില് ഷാർജയിന്ന് ദുബായിലേക്കാണ് ട്രാഫിക് എങ്കില് വർക്കിംഗ് ഡേയില് ദുബായിന്ന് ഷാർജയിലേക്കായിരിക്കും ട്രാഫിക്. ഇത് ഇവിടെ സ്ഥിരമുള്ള കാഴ്ചയാണ് കേട്ടാ. കുറച്ച് മുന്നോട്ട് പോയ ഉടനെ ട്രാഫിക് എല്ലാം ക്ലിയർ ആയി. പിന്നെയാണ് നമ്മ ചിന്തിച്ചത് ഏടത്തേക്കാ പോണ്ടതെന്നുള്ളത്. ഒന്നാമത് ഇവിടെ ചൂടായതുകൊണ്ട് പുറത്തേക്കെല്ലാം ഇറങ്ങാൻ വലിയ മടിയാണേ. വല്ല ഷോപ്പിംഗ് മാളിലാ മറ്റും പോയി കറങ്ങി അടിച്ചിട്ട് വരാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് അനുവാദി ഒട്ടും സഹകരിക്കൂല. അവർക്ക് ഈ ഔട്ട്ഡോർ ആയിട്ടുള്ള പ്ലേസ് ആണ് കുറച്ചും കൂടി താല്പര്യം കൂടുതല്. വലിയ ഇൻട്രസ്റ്റിൽ പോകുന്നേയില്ലു. ചൂട് കൊണ്ട് വേർത്ത അവസാനം വേഗം വണ്ടിയിലേക്ക് ചാടി കേറും. അത് വേറെ കാര്യം. പക്ഷെ ഈ കാറിന്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് ഇവരത് അത്ര ചിന്തിക്കൂല. ഇവര് മാളിൽ പോകുന്നത് അന്നേരം ഷോപ്പിംഗ് ആയിരിക്കും. അതൊന്നും അവർക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് അവര് ഈ പറഞ്ഞ പോലെ പുറത്തടി നടക്ക, ഒന്ന് റൗണ്ട് അടിക്കാ വരാ, ഇത് മാത്രമേ അവരെ മൈൻഡിൽ ഉണ്ടാവുള്ളൂ ട്ടാ. അവസാനം കറങ്ങി തിരിഞ്ഞ് എത്തിയത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് ദുബായിലില്ലേ അൽജദ്ദാഫ് വാട്ടർ ഫ്രണ്ടിലേക്കാണ്. നല്ല വിശാലമായ കാർ പാർക്കിംഗ് എല്ലാം ഉണ്ടേ. കച്ചാ പാർക്കിംഗ് ആണ്. അതുകൊണ്ടാന്ന് തോന്നുന്നു അങ്ങനെ പേയ്മെന്റ് ഒന്നും ഇല്ല. പാർക്കിംഗ് ഫ്രീ ആണ്. പിന്നെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് മുന്നോട്ട് നടന്നു. രണ്ട് സൈഡില് ഇതുപോലെ വിശാലമായിട്ട് നടക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നടുക്കേ ഇതുപോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളവും. പിന്നെ ഈ കാണുന്നത് ഒരു ഹോട്ടലാണേ. 5 സ്റ്റാർ ഹോട്ടലാണ്. അതിന്റെ പേര് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടാ. എനിക്ക് ശരിക്കും അത് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ടാണ്. അവിടെ ഒരു പ്ലേ ഏരിയലും ഉണ്ട് ട്ടാ. പക്ഷെ അതിന്റെ എൻട്രൻസ് ഏത് വഴിയിലാണ് എന്നുള്ളത് അറിയാത്തത് കൊണ്ട് അനുവാദ്യം പിന്നെ അധികം വലിയ മൈൻഡ് ചെയ്യാണ്ട് മുന്നോട്ട് നടന്നു. പിന്നെ ആ ബ്രിഡ്ജിലൂടെ നമ്മള് അപ്പുറത്തേക്ക് കടന്നു ട്ടാ. സ്റ്റെയറും ഉണ്ട് ലിഫ്റ്റും ഉണ്ട്. പക്ഷെ ലിഫ്റ്റിൽ കയറുമ്പോൾ വല്ലാത്തൊരു സുഖം. കാരണം പുറത്ത് നല്ല ചൂടാണ്. അന്നേരം അതിന്റെ അകത്ത് AC കൊള്ളുമ്പോ ഒരു സമാധാനം. ഈ ഭാഗത്തൊന്നും അധികം തിരക്കില്ലെങ്കിലും കുറച്ചും കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിനി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡോ ക്രൂയിസ് എല്ലാം സർവീസ് നടത്തുന്ന ഒരു സ്ഥലമാണ് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാലേ. ഓൾറെഡി ബുക്ക് ചെയ്ത ആൾക്കാരെല്ലാം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായി കേട്ടാ. നമ്മ അന്നേരം ജസ്റ്റ് ഇങ്ങനെ പ്രൈസ് എല്ലാം അന്വേഷിച്ചു. പെർ ഹെഡ് 50 ദിറംസ് ആണ്. ഫുഡും എല്ലാം അതിലുണ്ടാവും. ആ 50 ദിറംസിൽ ഇൻക്ലൂഡ് ആയിരിക്കും. പിന്നെ നല്ല നല്ല തിരക്കുണ്ടായിനി. പിന്നെ നമ്മ വിചാരിച്ചു ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് വന്നതല്ലേ, ഒരു രസമാവാന്ന് വിചാരിച്ചിട്ട് ആടുന്ന് മെല്ലെ തിരിച്ചു കേട്ടാ. പിന്നെ വരുന്ന വഴിക്ക് നേരെ സിലിക്കൺ സെന്ററിലേക്ക് ഒന്ന് കേറിയേ. കാരണം അവിടെ പുറത്തെല്ലാം ഇങ്ങനെ കറങ്ങി അടിച്ചിട്ട് ആകെ വേർത്ത് കുളിച്ചൊരു പരുവായിട്ടുണ്ടായിനി. അന്നേരം പിന്നെ ഇതിന്റെ അകത്ത് പോയിട്ട് AC എല്ലാം കൊണ്ട് ഒന്ന് സെറ്റ് ആവാന്ന് വിചാരിച്ചു. ഇപ്പൊ അനുവാദിയും നല്ല ഉഷാറിൽ പോകുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരും ആകെ മടുത്തു. കാരണം കുറെ റൗണ്ട് അടിച്ചുവല്ലോ. നമ്മ പോയി പിന്നെ അതേ റൂട്ട് തിരികെ വന്നു. അതെല്ലാം കൊണ്ട് ഇവര് നല്ല ത്രില്ലിൽ നടന്നു പോകുന്നുണ്ട് കേട്ടാ. കേറിയിട്ട് കുറച്ച് നടക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് തന്നെ എന്താ അറിയാ, നമ്മളെ സ്റ്റുഡിയോ. ശരിക്കും പറഞ്ഞാൽ റീൽസിലെല്ലാം ഞാൻ ഇങ്ങനെ സ്റ്റുഡിയോ ദുബായിൽ വന്നതെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ആടെ തിരക്കെല്ലാം വിചാരിച്ചിട്ട് ഇതുവരെ പോയിട്ടുണ്ടായില്ല കേട്ടാ. ഇത് ശരിക്കും അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. എനിക്ക് ലൊക്കേഷൻ പോലും എവിടെയാണെന്നുള്ളത് ഓർമ്മയുണ്ടായിട്ടില്ല. കാര്യമായിട്ട് ഒരു സാധനം മേടിക്കാനില്ല. എന്നാലും വെറുതെ ഒന്ന് കേറിയിട്ട് നോക്കി. ഞാനും അധികം 2 ടീഷർട്ട് എല്ലാം വാങ്ങിച്ച് പിന്നെ ഒരു പാന്റ് എല്ലാം സെറ്റ് ആക്കിയിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. നല്ല കളക്ഷൻസ്. ഡ്രസ്സില് അധികം വലിയ കളക്ഷൻസ് ഇല്ലെങ്കിലും ചെരുപ്പിന്റെ സെക്ഷനിൽ നല്ല കളക്ഷൻസ് ഉണ്ടായിനി ട്ടാ. നല്ല ഭംഗിയുണ്ടായിനി കാണാൻ വേണ്ടിട്ട്. പിന്നെ എനക്ക് ഇങ്ങനെ എന്തെങ്കിലും സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ഒരു മൂഡ് വേണം. ബാക്കിയുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് പോലല്ല. എനക്കൊരു ഒരു നമ്മള് അതിനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാലേ എനക്കൊരു അതിലുള്ളൊരു ത്രില്ല് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ പിന്നെ എല്ലാം ഒന്ന് നോക്കി സെറ്റ് ആക്കിയിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയേ. പിന്നെ ആടുന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിനെ. നോക്കുന്ന സമയത്ത് K-pop ഡാൻസ് കോമ്പറ്റീഷനോ അങ്ങനെ എന്തോ ഒരു സംഭവം. പിന്നെ അനുവിന് അധികം വലിയ ത്രില്ലൊന്നും ഉണ്ടായില്ല. കാരണം ആള് തിരക്കും എല്ലാം ആയതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ട് നമുക്ക് കാണുന്നുണ്ടായില്ല. പിന്നെ അങ്ങനെ കുറച്ച് മുന്നോട്ട് നടക്കുന്ന സമയത്ത് കണ്ട ഒരു ട്രെയിൻ പോകുന്നത്. പിന്നെ ആടെ ലുലു ഉണ്ടായിനെ. ലുലുവിൽ കേറിയിട്ട് കുറച്ച് സാധനമെല്ലാം മേടിച്ചിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങുമ്പോ നേരത്തെ ആ ഒരു പ്രോഗ്രാം നടന്ന സ്ഥലത്ത് പുറത്ത് ആൾക്കാർ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അന്ന് ആ സംഭവം നോക്കാൻ വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. ഇത് വലിയ ഇഷ്ടമായി കേട്ടോ അനുവിന് അധികം. അവരിങ്ങനെ ഏതെങ്കിലും റാൻഡം ഒരു പാട്ട് പ്ലേ ചെയ്യും. അന്നേരം ആ സമയത്ത് ആ പാട്ടിന് ഡാൻസ് അറിയുന്ന ആൾക്കാർ പോയിട്ട് ഡാൻസ് ചെയ്യുക. അങ്ങനെയാണ് കുറെ ആൾക്കാർ. എന്നിട്ട് പാട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എല്ലാവരും സൈഡിലേക്ക് മാറി നിൽക്കും. അങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട്. കുറച്ച് സമയം അതെല്ലാം കണ്ടിട്ട് മെല്ലെ ആടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ സമയം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായി കേട്ടോ. രാത്രി തന്നെ ആയി. പിന്നെ അങ്ങനെ ഇത് ദുബായ് എയർപോർട്ടാണ് കേട്ടാ. എന്താന്ന് അറിയില്ല, ഈ വഴി പാസ് ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് ഈ ഫ്ലൈറ്റിലെല്ലാം കാണുമ്പോൾ.
അങ്ങനെ പിന്നെ നേരെ വീട്ടിലേക്ക് വെച്ച് ഓടിച്ചു ട്ടാ. എന്നാ പിന്നെ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ.